സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സിലബസ് അനുസരിച്ച് കേരള ചരിത്രത്തിൽ നിന്നും പഠിച്ചിരിക്കേണ്ട ഒരു SSCERT പാഠഭാഗമാണ് നോക്കുന്നത്. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 8ാമത്തെ അധ്യായമാണ് കേരളം ആധുനികതയിലേക്ക്. ഈ ഒരു അധ്യായത്തിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് കേരള PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അധ്യായം മുഴുവനായിട്ടും പഠിച്ചിരിക്കുവാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ തന്നിരിക്കുന്നത് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പുകളാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡയറി കുറിപ്പാണ് തന്നിരിക്കുന്നത്. സമീപസ്ഥമായി മനോഹരമായ മലനിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറെ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലൈക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും. അന്നു രാത്രി കലൈക്കുറ്റ് പട്ടണത്തിന് 2 കാതം ദൂരം ഞങ്ങൾ നങ്കൂരമിട്ടു. കാപ്പാട് അറിയപ്പെട്ടിരുന്ന പേരാണ് കാപ്യ എന്നത്. എന്നാൽ ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലൈക്കുറ്റ് എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തീരനി അല്ലെങ്കിൽ പന്തലായിനി എന്ന പട്ടണവുമുണ്ട്. 4 വഞ്ചികളിലായി കരയിൽ നിന്നും പുറപ്പെട്ട കുറെ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്കറിയേണ്ടത് ഞങ്ങൾ ഏതു നാട്ടുകാർ ആണെന്നായിരുന്നു. കലൈക്കുറ്റിലേക്കുള്ള വഴി അവർ ചൂണ്ടിക്കാട്ടു തന്നു. അപ്പോൾ വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പുകൾ. ഈ പേരൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. അടുത്തത്, മുകളിൽ കൊടുത്തിട്ടുള്ള ഡയറി കുറിപ്പ് എന്താണ് സൂചിപ്പിക്കുന്നത്? 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് യൂറോപ്യർ വ്യാപാരത്തിനായി കേരളത്തിലെത്തുന്നത്. അപ്പോൾ യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരളത്തിൽ എത്തുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ്. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. ആരൊക്കെയാണ്? അറബികളും ചൈനക്കാരും. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. അപ്പോൾ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അറബികളുടെയും ചൈനക്കാരുടെയും എല്ലാം വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. കോഴിക്കോടിന്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. അപ്പൊ സാമൂതിരിയുടെ നാവികപ്പടയുടെ നേതൃത്വം ആർക്കായിരുന്നു? കുഞ്ഞാലി മരക്കാർക്കായിരുന്നു. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുരുമുളകിന് വേണ്ടിയിട്ടായിരുന്നു. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. ഏത് വർഷമാണ്? 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയോടെ അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. ഇപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. സ്ഥിരം വരുന്ന ചോദ്യമാണ്. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതാരാണ്? ഡച്ചുകാരാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഈ യുദ്ധങ്ങളിൽ ജയിച്ചതാരാണ്? ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. ഇനി ബ്രിട്ടീഷുകാർ ജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ആർക്കായിട്ട്? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി.
നമുക്കിവിടെ ഉണ്ട് കുറച്ച് പോയിന്റ്സ്. കുഞ്ഞാലിമരയ്ക്കർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാർമാർ ആയിരുന്നു. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. എവിടുത്തെ? പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇവർ 4 പേര്, കുഞ്ഞാലിമരയ്ക്കാർമാർ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. അടുത്തൊരു പോയിന്റ്, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചെടുക്കുവാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ അല്ലെങ്കിൽ വ്യക്തമായ വിജയം എന്നത്. അപ്പോൾ ഫത്ഹുൽ മുബീൻ എന്നത് ആരുടെ കൃതിയാണ്? ആരുടേതാണ്? ഗാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്നത്. എന്തിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഓർത്തു വെക്കുക. കുഞ്ഞാലിമരയ്ക്കർ മൂന്നാമൻ ചാലിയൻകോട്ട പിടിച്ചെടുക്കുവാനായിട്ട് സാമൂതിരിയെ സഹായിച്ചു. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യധികം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ കേരളം അല്ലെങ്കിൽ അന്നത്തെ മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീടൊരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. ഇത് ആരുടെ വാക്കുകളാണ്? സർദാർ KM പണിക്കറിന്റെ വാക്കുകളാണ് ഹിസ്റ്ററി ഓഫ് കേരളയിൽ നിന്നുമുള്ളത്. സർദാർ KM പണിക്കർ. പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഏത് വർഷം? 1615. പിന്നീട് വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവിടങ്ങളിൽ അവർ പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുവാനുള്ള അനുമതി കരസ്ഥമാക്കി. തുടർന്ന് ആറ്റിങ്ങൽ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയുവാനുള്ള അനുവാദം നേടിയെടുത്തു. പിൻകാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിട്ട് എന്തു മാറി? അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ എന്തു ചെയ്തു? വധിച്ചു. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം എന്തായിരുന്നു? ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ട് പോകുകയായിരുന്ന 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. അടുത്തൊരു ചോദ്യമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതെന്ന്. ആദ്യത്തെ കലാപം എന്ന് ചോദിക്കുമ്പോൾ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം. സംഘടിത കലാപം എന്ന് ചോദിച്ചാലാണ് അത് ആറ്റിങ്ങൽ കലാപം. ഇനി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയായ സന്ധി ഏത് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ
ഏത് സന്ധി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്? ഏത് സന്ധിയാണ്? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. ഏത് വർഷമാണ്? 1792 ഓർത്തു വെക്കുക, പ്രത്യേകം നോട്ട് ചെയ്യുക, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. ആരാണ്? കൊച്ചി രാജാവ്. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. തിരുവിതാംകൂർ 1795 ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. മലബാറിൽ നേരിട്ടുള്ള ഭരണമായിരുന്നു. കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയാണ് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത്. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായിട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. എത്രാമത്തെ നൂറ്റാണ്ടോടുകൂടിയാണ് കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിലായത് എന്ന് ചോദിച്ചാൽ 18-ാം നൂറ്റാണ്ടോടുകൂടി ആണ്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ കുറിച്ചാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്നുമുള്ളൊരു പാരഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. രാഷ്ട്രീയാധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്തലുകൾ അവർക്ക് ഇഷ്ടമായില്ല. ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. പഴശ്ശി കലാപങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിനുമേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശിരാജ ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. പഴശ്ശിരാജ വധിക്കപ്പെട്ട ദിവസം ഏതായിരുന്നു? 1805 നവംബർ 30 പഴശ്ശിരാജയ്ക്ക് സഹായം എത്തിച്ചവർ ആരൊക്കെയായിരുന്നു? ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവർ. ഇനി കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കേരള സിംഹം എന്നറിയപ്പെട്ടത് ആരാണ്? പഴശ്ശിരാജയാണ്. ഇനി ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നതും ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? സർദാർ KM പണിക്കറാണ്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശി രാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം. അടുത്തത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിൻ്റെ കൊച്ചിയുടെയും
തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരായാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു. കുണ്ടറ വിളംബരം നടത്തിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809 ജനുവരി 11. പ്രത്യേകം നോട്ട് ചെയ്യുക, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് പ്രസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. എവിടെയാണ്? മണ്ണടി. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. പാലിയത്തച്ഛനെ എവിടേക്കാണ് നാടുകടത്തിയത്? മദ്രാസിലേക്കാണ്. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ തുടർന്നു. അടുത്തത്, കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമാകുന്നു. ഭരണ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമായി. പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്തിരുന്നത് ഏതൊക്കെയായിരുന്നു? ഇവിടെ നിന്ന് നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് എന്നിവയാണ് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്തിരുന്നത്. ഇറക്കുമതി ചെയ്തിരുന്നത് ഏതൊക്കെയായിരുന്നു? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. അടുത്തതായിട്ട് റെയിൽപാത. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചതാരാണ്? ബ്രിട്ടീഷുകാർ. എവിടെ മുതൽ എവിടെ വരെയുള്ളതായിരുന്നു റെയിൽപാത? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഏത് വർഷമാണ്? 1861. ഭൂഖണ്ഡങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂമുടമകളായി കണക്കാക്കുകയും അവ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. ഇതിനെല്ലാം എതിരെ നടന്ന കലാപങ്ങളെപ്പറ്റി ഇതിനു മുമ്പത്തെ അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. അപ്പം മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. ലോഗൻ കമ്മീഷനാണ് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ഇനി കുടിയായ്മ നിയമം. മലബാറിലെ കുടിയായ്മ നിയമം നടപ്പാക്കിയ വർഷം ഏതാണ്? 1929. 1929 മലബാറിലെ കുടിയായ്മ നിയമം നടപ്പിലാക്കാനായിട്ട് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് എന്ന് ചോദിക്കും. ഏതാണ്? ലോഗൻ കമ്മീഷൻ ആണ്. ലോഗൻ കമ്മീഷൻ. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂ ഉടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക അല്ലെങ്കിൽ സർക്കാർ വക ഭൂമിയായിട്ട് മാറി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865
തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇത് പണ്ടാരപ്പാട്ട വിളംബരമെന്ന് അറിയപ്പെടുന്നു. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേതാണ്? 1865 എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. 1865. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂ ഉടമകളായി മാറി. ഇതിനു പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടിയിരുന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. 1914 കൊച്ചിയിലെ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. വർഷമേതാണ്? 1914. ഈ ബോക്സിലുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865 എവിടെയാണ്? തിരുവിതാംകൂറിൽ. കുടിയായ്മ നിയമം 1994 കൊച്ചിയിൽ. മലബാർ കുടിയായ്മ നിയമം മലബാറിൽ 1929. ഈ വർഷം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണമാണ്. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യുവാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിന്റെ ഉൽപാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായിട്ട് മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു. ഇതേ കാലത്തു തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗം ബ്രിട്ടീഷുകാരുടെയും ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറി. കൊനോലി പ്ലോട്ട്. വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായിട്ട് വന്നു. തേക്കിനു പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കൊനോലി 1823-38 കാലഘട്ടത്തിൽ തേക്ക് വച്ചു പിടിപ്പിച്ചു. ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ചയാണ്. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ. ഇതോടൊപ്പം നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടുമില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. അപ്പോൾ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആലപ്പുഴയായിരുന്നു. ആലപ്പുഴ. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. അപ്പോൾ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് വർഷമാണ്? 1859. ഈ വർഷവും പ്രധാനപ്പെട്ടതാണ്. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തൃശ്ശൂർ ജില്ലയിലും തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോട്ടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. ആലപ്പുഴയിലെ
കയർ ഫാക്ടറി, അതുപോലെ ഫറോക്കിലെ ഓട്ട് കമ്പനി എന്നിവയുടെ ചിത്രങ്ങളാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ആധുനിക വ്യവസായങ്ങളുടെ ഉദയമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അപ്പം കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുവാൻ കാരണമായത് പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത്. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകൾ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? പുനലൂർ പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് പുനലൂർ പേപ്പർ മിൽ. എറണാകുളം ജില്ലയിലാണ് കളമശ്ശേരിയിലെ ഫാക്ട് സ്ഥിതി ചെയ്യുന്നത്. ഫാക്ട് കളമശ്ശേരിയിലെ എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ല. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമിൽ കൊച്ചി. ഇതൊക്കെയാണ് അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട വ്യവസായശാലകൾ. അതുപോലെ മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. തുടർന്ന് ഇംപീരിയൽ ബാങ്ക്, ഇന്റർനാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ നെടുങ്ങാടി ബാങ്ക്. അടുത്തത് സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനമാണ്. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് യൂറോപ്യന്മാരുടെ വരവോടെയാണ്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാർ. ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരാണ്? ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണാസ് പാതിരിയാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? അർണാസ് പാതിരി. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ സംക്ഷേപ വേദാർത്ഥം. മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി മിഷണറി സംഘവും അവരുടെ പ്രവർത്തന മേഖലയുമാണ്. തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചത് ആരാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ്, LMS. കൊച്ചി, തിരുവിതാംകൂർ എന്നിവ CMS ആണ്, ചർച്ച് മിഷൻ സൊസൈറ്റി. മലബാറിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രധാനപ്പെട്ടതാണ്. ജാതി മതഭേദമെന്നേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ബായ് 1817
പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരെന്ന് ചോദിക്കാം. ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. ഏത് വർഷമാണ്? 1817 ആണ്. അടുത്തത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളുമാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്തതായിട്ട് സാമൂഹിക പരിഷ്കർത്താക്കളും അവർ സ്ഥാപിച്ച സംഘടനകളുമാണ് പറഞ്ഞിരിക്കുന്നത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത് മുഖ്യമായിട്ടും പഠിച്ചു വെക്കുക. സ്ഥിരം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളായിരുന്നു. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ്. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പനാണ്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ്. നായർ സർവീസ് സൊസൈറ്റി മനത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ. ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നോട്ട് ചെയ്യുക, പഠിക്കുക. അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാറിൽ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കുവാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. വർഷമേതാണ്? 1859. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ്? 1888. എവിടെയാണ്? അരുവിപ്പുറത്ത്. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യുവാനുള്ള അവകാശം സവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കുവാൻ ഇതിലൂടെ കഴിഞ്ഞു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരതേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിനു മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. എവിടെയാണ്? അരുവിപ്പുറത്ത് ക്ഷേത്രത്തിനു മുന്നിൽ. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. ആര്? ശ്രീനാരായണ ഗുരു. സർവമത സമ്മേളനം എവിടെയാണ്? ആലുവയിലാണ്. ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിനും സർവമത സാഹോദര്യത്തിനും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഏത് വർഷമാണ്? 1924 നേതൃത്വം കൊടുത്തത് TK മാധവനാണ്. ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. സവർണ ജാഥ നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഏതു പ്രക്ഷോഭമാണ്?
വൈക്കം സത്യാഗ്രഹമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AK ഗോപാലൻ. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ഗുരുതരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936 1936 നവംബർ 12. തുടർന്ന് മദ്രാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റ്മാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. ഒന്നാം ലോകയുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു. അപ്പം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? പാലക്കാട് വെച്ചാണ്. ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ്. ഏത് വർഷമാണ്? 1916 KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ്? 1920 മഞ്ചേരിയിൽ വെച്ചാണ്. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഏത് വർഷമാണ്? 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും എവിടെയാണ്? കോഴിക്കോട്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഇപ്പം ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയതാരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്നാണ് വിളിക്കുന്നത്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921. സ്ഥിരം ചോദ്യമാണ്. മലബാർ കലാപം നടന്ന വർഷം 1921. 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അപ്പം പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. ഉപ്പു നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു.
വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് നടന്നു. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടു. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരെ സമരസജ്ജരാക്കി. കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിലുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്തു. ഇനി പൂക്കോട്ടൂർ യുദ്ധം. നിസ്സഹരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് മലബാർ കലാപത്തെക്കുറിച്ചുള്ള പടപ്പാട്ട്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച് കോക്കിനെ കലാപകാരികൾ കൊലപ്പെടുത്തി. അപ്പൊ മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച് കോക്ക്. കലാപകാരികൾ കൊലപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചു. ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പാട്ടാണ് ഇവിടെ മീതെ തന്നിരിക്കുന്നത്. ഇനി പുന്നപ്ര വയലാർ. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലിലൂടെയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലിലൂടെയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇത് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിച്ച പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. ആരാണ്? ഡോക്ടർ പൽപ്പു. വർഷം 1896. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു.
സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായ സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുൻ, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. ആരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്ത് വന്നു. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ആർക്കെതിരെയാണ്? ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്ക് എതിരെ. ഇനി കൊച്ചി ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ്. ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം കൊച്ചി രാജപ്രജാമണ്ഡലം ആരുടെ നേതൃത്വത്തിലാണ്? S നീലകണ്ഠൻ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. ഈ ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജപ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകിയത്. പ്രവർത്തനങ്ങൾക്ക് ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. ഇനി ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചുവല്ലോ. സ്ത്രീകളും കേരളമാകെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യശാപ പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനമായിട്ടാണ് അറിയപ്പെടുന്നത്. എവിടെയാണ്? വടകരയിലാണ്. വർഷമേതാണ്? 1931. മലബാറിൽ AV കുട്ടിമാളു അമ്മ, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. കൗമുദിയെ പറ്റി ഗാന്ധിജി. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഞാൻ വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസംഗം നിർത്തിയ ഉടനെ 16-കാരിയായ കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അവൾ കയ്യിലെ വള അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. ഞാനത് നൽകുവാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, നീ 2 വളകളും എനിക്ക് തരണമെന്നില്ല. സ്വർണ്ണ നെക്ലസ് ഊരി തന്നുകൊണ്ടാണ് അവൾ അതിനു മറുപടി പറഞ്ഞത്. അവൾ ആളുകളുടെ ആഹ്ലാദാരവങ്ങൾക്കിടെ തൻ്റെ കർണാഭരണങ്ങൾ കൂടി അഴിച്ചു തന്നു. ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദിയെ ഓർമ്മിപ്പിച്ചു. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ്. ഇനി ഐക്യ കേരളത്തിലേക്ക്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം 1921 ഇന്നു മുതൽ ഇന്ന് വരെയാണ്. ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്.
ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ടി പ്രകാശം. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഇത് ഓർത്തു വയ്ക്കണം. താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് 4 താലൂക്കുകൾ. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകം നോട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.